ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. മാത്സ് എക്സാം, അതെ, +2 കാത്തിരുന്ന +1+2 കാത്തിരുന്ന മാത്സ് എക്സാം ഏറ്റവും ഒടുവിൽ ഇതാ കഴിഞ്ഞിരിക്കുകയാണ്. എക്സാം ഹാളിൽ നിന്ന് വരുന്ന ഏറ്റവും പുതിയ പ്രതികരണങ്ങൾ അനുസരിച്ച് അധികം ടഫാക്കിയില്ല, പക്ഷേ ഈസി ആയിരുന്നു എന്ന് ചോദിച്ചാൽ ടഫുമാണ്. പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പാസ് മാർക്ക്, അതായത് ബേസിക് ആയിട്ടുള്ള ആ പാസ് മാർക്ക് എത്തിക്കാൻ വലിയ പാടുണ്ടായിരുന്നില്ല. പല ക്വസ്റ്റ്യൻസും ആ രീതിയിൽ മോഡറേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പക്ഷേ A+ ലെവലിലേക്ക് നോക്കുന്ന പല വിദ്യാർത്ഥികൾക്കും ഒരു തരത്തിൽ ടഫ് തന്നെയാക്കി. കാരണം എബോ ആവറേജ് നിൽക്കുന്ന ചില ക്വസ്റ്റ്യൻസ് ഒക്കെ വിദ്യാർത്ഥികൾക്ക് ട്രിക്കി ആയിട്ട് അനുഭവപ്പെടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇപ്പോൾ വന്ന ഏറ്റവും പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ, ആ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് എന്തൊക്കെ തന്നെയായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഓരോ ഓപ്ഷൻസ് ഉണ്ട്, ആ ഓപ്ഷനിൽ നിന്ന് നിങ്ങൾ എത്രമാത്രം ആൻസർ ചെയ്യാൻ പറ്റി, സമയം തികഞ്ഞോ, ഇനി കൃത്യമായിട്ട് അവസാനത്തെ ഫൈനൽ ആൻസർ, ഇപ്പോൾ ഇൻ്റഗ്രേഷനൊക്കെ പല ഇക്വേഷൻസും ഫൈനൽ ആൻസർ ശരിയായിട്ടില്ല എങ്കിൽ പോലും മാത്തമെറ്റിക്സിനെ സംബന്ധിച്ച് നിങ്ങൾ തന്നിട്ടുള്ള കാര്യം എടുത്തെഴുതിയിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 2-3 സ്റ്റെപ്പ് പ്രോപ്പറായിട്ട് എഴുതിയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ പകുതിയോളം മാർക്കും ആ ഒരു റേഷ്യോയിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ആൻസർ കീ എടുത്തു വെച്ചിട്ട് ഫൈനൽ ആൻസർ തെറ്റിയെന്ന് പറഞ്ഞിട്ട് മുഴുവൻ മാർക്കും കിട്ടില്ല എന്ന് വിചാരിക്കരുത്. +1നും +2നും അങ്ങനെ തന്നെയാണ്. എന്നാലും നിങ്ങൾക്ക് ഏകദേശം എത്ര മാർക്ക് കിട്ടും, എങ്ങനെയുണ്ടായിരുന്നു എക്സാം എന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ ഇനി വരുന്ന എക്സാമുകളിലേക്ക് ഫോക്കസ് ചെയ്യുക. ഇത് എങ്ങനെ തന്നെ ആയാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ തൽക്കാലം നിർത്തുന്നു. ബൈ.